अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहू वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين। गुज़श्ता खुतबे में मैंने हज़रत मसीह मौऊद अलैहिस्सलाम के കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ തബ്ലീഗുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കേൾപ്പിച്ചിരുന്നു. കുറച്ച് സംഭവങ്ങൾ കേൾപ്പിക്കാൻ ബാക്കിയുണ്ടെന്നും അത് പിന്നീട് കേൾപ്പിക്കുന്നതാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. അത് ഇന്ന് തന്നെ കേൾപ്പിക്കുകയാണ്. ഈ സംഭവങ്ങൾ കേൾപ്പിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സഹാബാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയാണ്. അവർ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചുകൊണ്ട് ഇക്കാലത്തെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരായി നമ്മെ മാറ്റുകയുണ്ടായി. അള്ളാഹു അവരുടെ എല്ലാവരുടെയും പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. ഇവർ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു ഇക്കാലത്ത് ഇറക്കിയ അനുഗ്രഹങ്ങളിൽ നിന്നും നമ്മിൽ പലരും അകറ്റപ്പെട്ടേനെ. മറ്റൊരു ഉദ്ദേശം അവരുടെ നന്മകളും വിശ്വാസവീര്യവും മതാവേശവും മതസേവന താൽപര്യവും അവരുടെ പിൻതലമുറയിലും ഈ ആത്മാവ് ഊതുന്നതാക്കി തീർക്കാൻ വേണ്ടിയാണ്. അവരുമായി നേരിട്ട് രക്തബന്ധമില്ലാത്തവർക്ക് അവരുമായി ഒരു ആത്മീയ ബന്ധമുണ്ട്. ഈ ഒരു ബന്ധം കാരണം തങ്ങളിൽ ഒരാവേശം ഉണ്ടാക്കുകയും അത് മുൻകടന്ന മഹാത്മാക്കളുടെ ആത്മീയ ആവേശത്തെ മുന്നോട്ട് നയിക്കുന്നതാക്കി മാറ്റുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ ഈ അനുഗ്രഹത്തെ തങ്ങളുടെ സന്താനങ്ങളിലും അവർ നിലനിർത്തട്ടെ. അപ്പോൾ മാത്രമായിരിക്കും നാം ഈ പൂർവികരുടെ ഉപകാരങ്ങൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നവരായി തീരുകയുള്ളൂ. പലരും കത്ത് മുഖേനയും അതേപോലെ കൂടിക്കാഴ്ചയിലും പല അഹമ്മദികളും എന്നെ അറിയിക്കാറുള്ളത് താങ്കൾ പരാമർശിച്ച ഇന്ന വ്യക്തിയുമായി എനിക്ക് ഇന്ന കുടുംബ ബന്ധമുണ്ട് എന്നാണ്. എന്നാൽ അവരുമായുള്ള ബന്ധം നിലനിൽക്കുന്നത് അവരുടെ കാൽപ്പാടുകളെ പിന്തുടരുമ്പോഴാണെന്ന കാര്യം ഓർമ്മ വെക്കണം. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തത്തെ നിറവേറ്റുന്നതിനുള്ള ശ്രമം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്ന് ഞാൻ ആദ്യം പറയുന്നത് ഹദ്രത്ത് മിയാൻ ജമാലുദ്ദീൻ സാഹിബിനെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നു, നവാബുദ്ദീൻ എന്നു പേരുള്ള ഒരു മൗലവി
ഇദ്രീസ് ജില്ല അമൃത്സറിൽ താമസിച്ചിരുന്നു. അയാളുടെ വാദം कि मैं मिर्जाइयों को दुरुस्त कर रहा हूँ और गांव गांव और कस्बे कस्बे ഞാൻ മിർസായികളെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതിനായി ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിക്കാറുണ്ടായിരുന്നു. मशहूर नमा पिंड गांव मुराइयां जिसके घर के करीब താരാഗഡ് എന്ന സ്ഥലത്ത് था എത്തി माल में അതിന്റെ വടക്കു ഭാഗത്ത് നിന്നുകൊണ്ട് कोई मिर्जाई है तो मेरे അയാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഇവിടെ വല്ല മീർസായുമുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വരിക. गांव में कोई अहमदी नहीं था। അദ്ദേഹം പറയുന്നു, എനിക്ക് മുമ്പേ ഇവിടെ ആരും അഹമ്മദി ഉണ്ടായിരുന്നില്ല, എല്ലാവരും എതിരാളികളായിരുന്നു. ചിലർ എന്നെ കുറിച്ച് അറിയുന്നവരായിരുന്നു. कि यहाँ आकर मौलवियों का मुकाबला അവർ പരസ്പരം കൂടിയാലോചിച്ചു ഒരാളെ എന്റെ അടുത്തേക്ക് അയച്ചു. कहते कि मैंने सोचा എന്നോട് വന്ന് പറഞ്ഞു, ഇവിടെ വന്ന് മൗലവിയെ നേരിടുക. हक और हकीकत से कुछ गरज नहीं। അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ അടുത്ത് തന്നെയായിരുന്നു ആ സ്ഥലം. ഞാൻ മനസ്സിൽ കരുതി ഇവർ തമാശ കാണാൻ നിൽക്കുകയാണ്, സത്യാന്വേഷണ ബുദ്ധിയോടെയല്ല ഇവർ വരുന്നത്, അവസാനം കലഹമായിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞു, സംവാദങ്ങൾ നടത്തുന്നതിൽ നിന്നും ഹദ്റത്ത് സാഹിബ് തടഞ്ഞിട്ടുണ്ട്, വ്യർത്ഥമായ സംവാദങ്ങൾ നടത്തേണ്ടതില്ലെന്ന് പറഞ്ഞിരുന്ന അക്കാലത്ത്. तो कहते हैं मैंने कहा साथ से रोका हुआ है। അങ്ങനെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ നിന്നും തടഞ്ഞിരുന്നു. കാരണം മുല്ലാവർഗത്തിന് ഇതൊരു ഗുണവും ചെയ്യില്ല. तो हम आ जाएंगे, ഇനി നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫസാദിനായി തയ്യാറാവുക. वो एक दफा कह दें, ഞങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരാം. एक दफा बता देंगे, മൗലവി സാഹിബിന്റെ ആക്ഷേപങ്ങൾ എന്തെല്ലാമാണെന്ന് ഒരു പ്രാവശ്യം പറയുക, या हम അതിന്റെ മറുപടി ഞങ്ങൾ होते हैं ഒരു പ്രാവശ്യം കേൾപ്പിക്കുന്നതാണ്. അനാവശ്യമായി ചർച്ച ചെയ്ത് വഷളാക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ സ്വയം തീരുമാനം എടുക്കും. गाँव चला गया। അതല്ലെങ്കിൽ ഈ ഗ്രാമക്കാർ കുഴപ്പത്തിന് തയ്യാറാകുക. മൗലവി സാഹിബ് ഇവിടെ വേണമെങ്കിൽ വരട്ടെ. ഇതും പറഞ്ഞ് ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. ആ ഗ്രാമത്തിലെ 3 പേരെയും കൂട്ടി ആ മൗലവി മറ്റൊരു വഴിയിലൂടെ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. और कहा कि अगर कोई ഞങ്ങളുടെ ഗ്രാമത്തിൽ मेरा मुकाबला कराओ, വന്ന് ചീഫിനെ കണ്ടു. അദ്ദേഹം ഹിന്ദു ആയിരുന്നു. ആ മൗലവി വന്ന് പറഞ്ഞത്, ഇവിടെ മിർസായി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിടാൻ പറയൂ എന്നാണ്. ചീഫ് എന്നെ വിളിക്കാനായി ഒരാളെ എന്റെ അടുത്തേക്ക് അയച്ചു. नादान और बेकस എനിക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിവ് ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഇലാഹി, ഞാൻ അറിവില്ലാത്തവനും ആശ്രിതനുമാണ്, എനിക്കൊരു ഗുണവുമില്ല, നിന്റെ കൃപാകടാക്ഷം ഒന്ന് മാത്രം മതി, സത്യത്തെ നീ വ്യക്തമാക്കി കാണിച്ചാലും. ഈ ദുആ ചെയ്ത് ആ മൗലവി ഉള്ള സ്ഥലത്തേക്ക് ഞാൻ ചെന്നു. അവിടെ കുറെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു. വിരിപ്പ് വിരിച്ചു. ഞാനും മൗലവിയും മധ്യത്തിലിരുന്നു. അല്പം നേരം നിശബ്ദമായിരുന്നു. ഞാൻ മൗലവിയോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മൗലവി സാഹിബ്, നിങ്ങൾ എന്തിനാണ് ഗ്രാമങ്ങൾ തോറും ചുറ്റി നടക്കുന്നത്? മൗലവി സാഹിബ് പറഞ്ഞു, മുഹമ്മദി ഉമ്മത്തിൽ എത്രയോ വിഭാഗീയതയുണ്ട്, അതിനെ ശരിപ്പെടുത്താനാണ് ഞാൻ ചുറ്റിക്കറങ്ങുന്നത്. ഞാൻ ചോദിച്ചു, ഇതുവരെ എത്ര കണ്ട് നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്? താങ്കൾ സംസ്കരിക്കുന്ന ആളാണെന്നതിനും ഉലമാക്കളിൽ നിന്നും ഫുഖഹാക്കളിൽ നിന്നും എന്തുമാത്രം സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് താങ്കൾ? മൗലവി പറഞ്ഞു, ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. कहने लगे ഞാൻ പറഞ്ഞു, എന്നാൽ കാണിച്ചു തരൂ. और जल्दी से മൗലവി സാഹിബ് പറഞ്ഞു, ये है कि मिर्जा ने जो फसाद डाला അതെല്ലാം എന്റെ ഗ്രാമത്തിൽ വെച്ച് പോകുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ യഥാർത്ഥ ഉദ്ദേശം സ്വയം കാഫറായ മിർസ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പം ഇല്ലാതാക്കാനാണ്. നഔദുബില്ല, അദ്ദേഹം ജനങ്ങളെയും കാഫറാക്കിക്കൊണ്ടിരിക്കുകയാണ്. किस बात पे അങ്ങനെയുള്ളവരായി സംവാദം നടത്തുകയാണ് ഉദ്ദേശം. അപ്പോൾ ഞാൻ പറഞ്ഞു, കാഫറായതിന്റെ കാരണം എനിക്കൊന്ന് പറഞ്ഞു തന്നാലും. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഏത് വിഷയത്തിലാണ് ചർച്ച ചെയ്യുക? മൗലവി സാഹിബ് പറഞ്ഞു, നീ ഉറുദുവിലാണ് സംസാരിക്കുന്നത്, ഞാൻ അറബിയിൽ സംസാരിക്കും. ഞാൻ പറഞ്ഞു, അറബി പറയാൻ എനിക്കറിയില്ല. भी ने इसमें कहा पंजाबी में बातें कर लेंगे। तो मैंने कहते हैं, मैंने कहा कि बड़ा अच्छी बात है, फिर तो അപ്പോൾ മൗലവി പറഞ്ഞു, പഞ്ചാബിൽ നമുക്ക് സംസാരിക്കാം. अपना मजहब बताएं അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല കാര്യം. बताएं। മൗലവി സാഹിബ് ചോദിച്ചു, നിങ്ങളുടെ മദ്ഹബ് എന്താണ് എന്ന് പറയുക. ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ നിങ്ങളുടെ മദ്ഹബ് എന്താണ് എന്ന് പറയുക. മൗലവി പറഞ്ഞു, ഞാൻ മദ്ഹബ് അനഫിയാണ്, അള്ളാഹുവിന് ഏകനും പങ്കുകാരനില്ലാത്തവനും ആണെന്ന് വിശ്വസിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യവാനായി വിശ്വസിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശുദ്ധ ഖുർആനിലെ 20 ആയത്തുകളുടെ അടിസ്ഥാനത്തിലും പ്രബലമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിലും 4-ാം ആകാശത്ത് ഭൗതിക ശരീരത്തോടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതിനെ നിഷേധിക്കുന്നവരെ ഞാൻ കാഫിറായി മനസ്സിലാക്കുന്നു. ഞാൻ പഠിപ്പുള്ള വ്യക്തിയാണ്, അതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിനുശേഷം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മതവും വിദ്യാഭ്യാസ യോഗ്യതയും പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ഏകനും പങ്കുകാരനില്ലാത്തവനുമായി കാണുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ഖാത്തമുൻ നബിയായി അംഗീകരിക്കുന്നു. ഹദ്റത്ത് और जो आने ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശുദ്ധ ഖുർആൻ ബനി ഇസ്രായേലിൽ വന്ന ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വരാനിരിക്കുന്ന ഈസാ നബിയും മഹദിയും ഈ ഉമ്മത്തിൽ നിന്നാണ് വരേണ്ടത്. ഇക്കാലത്ത് ഹദ്റത്ത് മിർസാ ഗുലാം അഹമ്മദ് സാഹിബ് മസീഹും മഹദിയും ആണെന്ന വാദം ഉന്നയിച്ചിരിക്കുന്നു. അത് സത്യഹൃദയത്തോടെ ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹത്തെ അംഗീകരിക്കാത്തവരെ സത്യത്തിൽ നിന്ന് നിലകൊള്ളുന്നവരായി ഞാൻ മനസ്സിലാക്കുന്നില്ല. എനിക്ക് സർട്ടിഫിക്കറ്റുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല. ഞാൻ സ്വയം വായിച്ചു പഠിച്ചതാണ്. മാത്രമല്ല വഖ്ദത്ത മസീഹിന്റെ സാമീപ്യം മുഖേനയുള്ള സ്വാധീനം എന്നിലുണ്ട്. ബനി ഇസ്രായേലിൽ വന്ന ഈസബിന് മറിയം വിശുദ്ധ ഖുർആന്റെ ഖണ്ഡിത വചനങ്ങളാലും जिनका तसल्सल ऊपर तक बकायदा മുത്തസിൽ മർഫൂആയ ഹദീസുകളാലും ഇപ്പോഴും നാലാം ആകാശത്ത് സ്ഥൂല ശരീരത്തോടുകൂടി ഇരിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും इसी वजूद अंसरी से सऊद തെളിയിക്കുകയാണെങ്കിൽ ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നതാണെന്നും അംഗീകരിക്കുന്നു. तौबा करने को മൗലവി സാഹിബ് പറഞ്ഞു, मैंने मौलवी साहब कहने लगे अच्छा फिर अपना एक तहरीर लिख അത് ഇതാണ് ഞാൻ മൗലവി സാഹിബിനോട് പറഞ്ഞത്. അതായത് ഞാൻ തൗബ ചെയ്യാൻ തയ്യാറാണ്. മൗലവി സാഹിബ് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യങ്ങൾ ഒരു കടലാസിൽ എഴുതി എന്നെ ഏൽപ്പിക്കുക. ഞാൻ കടലാസും പേനയും എടുത്ത് ഇതെല്ലാം എഴുതി ഒപ്പിട്ട് മൗലവി സാഹിബിന് കൊടുത്തു. मैंने कहा जो कुरान എന്റെ കടലാസ് കയ്യിൽ പിടിച്ച് മൗലവി ചോദിച്ചു, തഫ്സീറുകളെ അംഗീകരിക്കുമോ? വിശുദ്ധ ഖുർആനും कहने लगे സഹിഹ ഹദീസുകൾക്കും അനുഗുണമായി വരുന്ന തഫ്സീറുകളെ ഞാൻ അംഗീകരിക്കുന്നതാണ്. फिर मौलवी साहब മൗലവി സാഹിബ് ചോദിച്ചു, വിശുദ്ധ ഖുർആൻ അറിയുമോ? ഞാൻ പറഞ്ഞു, അറിയാം. तो मैंने उस पर മൗലവി സാഹിബ് ചോദിച്ചു, ഖുർആന്റെ അർത്ഥം എന്താണ്? तो मैंने कहा नहीं मैं ये भी बताऊं ഞാൻ പറഞ്ഞു, ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പോൾ പറയില്ല. കാരണം മൗലവി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. जालिकल किताबों को क्या मैंने है ആദ്യം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആദ്യം തീരുമാനം കൽപ്പിക്കുക. മൗലവി സാഹിബ് ചോദിച്ചു, സാലിക്കൽ കിതാബ് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, ആദ്യം നാം എന്തിനാണോ വന്നത് അത് തീരുമാനിക്കുക. അതിനുശേഷം നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ അത് ചോദിക്കുക. മൗലവി അടുത്ത ചോദ്യം ചോദിച്ചു, വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട് എന്നറിയാമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ വീണ്ടും അതേ ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. മൗലവി സാഹിബ് പറഞ്ഞു, നിങ്ങൾക്ക് ഖുർആൻ അറിയാം എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ നിങ്ങളെക്കാളും കൂടുതൽ ഖുർആൻ അറിയുന്നവനാണ്. ഞാൻ സത്യം ചെയ്ത് പറയാം, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഇതിനു ശേഷം बिला वजह की ഇതേ മജ്ലിസിൽ തന്നെ ഞാൻ മറുപടി പറയാം. വ്യർത്ഥമായ രീതിയിൽ ഒന്നും സംസാരിക്കുകയില്ല. खलीफा को नहीं मानता മൗലവി സാഹിബ് പറഞ്ഞു, मैंने कहा बड़ी खुशी से മുൻപറഞ്ഞ മഹാത്മാക്കളുടെ വാക്കുകളിലും मानता हूँ अखबार ഖലീഫമാരെ അംഗീകരിക്കുന്നില്ലേ? हजरत उस्मान हजरत अली रज़ियल्लाहु अन्हु ഞാൻ പറഞ്ഞു, അംഗീകരിക്കുന്നു. को मानता हूँ बल्कि ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹും എന്നിവരെ അംഗീകരിക്കുന്നു. മാത്രമല്ല सुन्नतुल खुलफाए राशिदीन നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതുപോലെ അലൈക്കും ബിസുന്നത്തി വ സുന്നത്തുൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീന दूध कर दिया है हम तो मिर्जा साहब എന്നതും അംഗീകരിക്കുന്നു. നിങ്ങൾ ഈ 4 ഖലീഫമാരിൽ ഖിലാഫത്ത് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ മിർസ സാഹിബിനെയും ഖലീഫത്തുള്ളയെ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ മാർഗം തിരുനബിയുടെ സുന്നത്തായി കണക്കാക്കുന്നു. ചുരുക്കത്തിൽ ഈ വ്യർത്ഥമായ സംസാരത്തിൽ അരമണിക്കൂർ മൗലവി സാഹിബ് ചെലവഴിച്ചു. മൗലവി സാഹിബ് പറഞ്ഞു, തഫ്സീർ ഇല്ലാതെ ഖുർആനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, ഇത് തെറ്റാണ്. सिरों पर होता है വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ തഫ്സീറുകൾ തന്നെ വേണമെങ്കിൽ. खुदावन ताला का ये मंजूर नहीं था തഫ്സീർ ഇല്ലാതായാൽ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ലേ? लक़द यस्सरनल क़ुरआन അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി അള്ളാഹു പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന അഫലാ യതദബ്ബറൂനൽ ഖുർആന. जो असल मुद्दा था उसकी तरफ ഇവയെല്ലാം പറയുന്നത് पर मारते रहे മറ്റൊന്നിനെ ആശ്രയിക്കണമെന്നല്ല. ചുരുക്കത്തിൽ മൗലവി യഥാർത്ഥ വിഷയത്തിലേക്ക് മടങ്ങി വന്നില്ല. അതും ഇതും പറഞ്ഞുകൊണ്ടിരുന്നു. ചീഫ് പറഞ്ഞു, സ്ഥൂലദേഹത്തോടുകൂടി ഈസാ നബി ആകാശത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആയത്ത് കേൾപ്പിക്കുക മൗലവി സാഹിബ്. लोग तो मानेंगे മൗലവി സാഹിബ് പറഞ്ഞു, ചീഫ് സാഹിബ് ഞാൻ ആയത്ത് കേൾപ്പിക്കുക, പക്ഷെ ഇദ്ദേഹം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ചീഫ് പറഞ്ഞു, ഇപ്പോൾ ഇദ്ദേഹം അംഗീകരിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവർ അംഗീകരിക്കില്ലേ? അവസാനം മൗലവി സാഹിബ് നിർബന്ധിതനായി പറഞ്ഞു, ഖുർആൻ കൊണ്ടുവരും. ഡൽഹിയിലെ പ്രിന്റ് ചെയ്ത വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നു. അത് മൗലവി സാഹിബിന് കൊടുത്തു. കയ്യിൽ വാങ്ങി ഉടനെ പറഞ്ഞു, ഇത് മീർ സാഹിബിന്റെ ഖുർആനാണ്. ഇത് ഞാൻ വാങ്ങിയില്ല. ഞാൻ പറഞ്ഞു, ഇത് മിർസ സാഹിബിന്റെ ഖുർആനല്ല, കണ്ണ് തുറന്ന് നോക്കിയാലും. मौलवी साहब ने हाथ में लिया മൗലവി വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ കാസിബീൻ 3 പ്രാവശ്യം പറഞ്ഞു. മൗലവി സാഹിബ് ഖുർആൻ കയ്യിലെടുത്തു, इसको खुदा का कलाम नहीं പ്രസിന്റെ പേര് നോക്കി,
എന്നിട്ട് ചോദിച്ചു, ഇതിന്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? ഞാൻ പറഞ്ഞു, നഊദുബില്ല, ഇതിനെ നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥമായി മനസ്സിലാക്കിയിട്ടില്ലേ? मंशा खुद आयत ने എന്നിട്ടാണോ ഗ്രന്ഥകർത്താവ് ആരാണ് ചോദിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി. ഇത് എഴുതിയതാരാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മൗലവി സാഹിബ്, അല്പം സ്വബോധത്തോടെ സംസാരിച്ചാലും താങ്കൾ ആയത്തെടുത്ത് കാണിച്ചു തരും. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുകൊണ്ടിരുന്നു. 20 മിനിറ്റ് നേരം പേജുകൾ മറിച്ചുകൊണ്ടിരുന്നു. ഒരായത്തും കിട്ടിയില്ല. അവസാനം ഞാൻ പറഞ്ഞു, മൗലവി സാഹിബ്, താങ്കൾ 20 ആയത്തുകൾ ഉണ്ടെന്നാ പറഞ്ഞത്. ഒന്ന് കാണുന്നില്ലെങ്കിൽ രണ്ടാമത്തേത് എടുക്കുക, രണ്ടാമത്തേത് കാണുന്നില്ലെങ്കിൽ മൂന്നാമത്തേത് എടുക്കുക. ചുരുക്കത്തിൽ മൗലവി സാഹിബ് ഖുർആനിൽ നിന്നും ആയത്തെടുത്ത് കേൾപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, ഖുർആനിൽ ആയത്ത് എനിക്ക് കാണുന്നില്ല, ഞാൻ നേരിട്ട് കേൾപ്പിക്കാം. എന്നിട്ട് മൗലവി ഇപ്രകാരം കേൾപ്പിച്ചു, വൈസ് ഖാലല്ലാഹു യാ ഈസ ഇന്നി മുതവഫീക. അതിന്റെ തർജ്ജമ ഇപ്രകാരം കേൾപ്പിച്ചു, അള്ളാഹു പറയുകയുണ്ടായി, ഓ ഈസ, ഞാൻ നിന്റെ ആത്മാവിനെ ശരീരത്തോടുകൂടി ആകാശത്തേക്ക് ഉയർത്തുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മൗലവി സാഹിബ്, ഖുർആനിൽ നിന്നും ആയത്തെടുക്കുക, അത് മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യാം. മൗലവി സാഹിബ് ഖുർആൻ കയ്യിലെടുത്തു. 10 മിനിറ്റ് വരെ പേജുകൾ മറിച്ചുകൊണ്ടിരുന്നു. ഒരായത്തും കിട്ടിയില്ല. ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. പറഞ്ഞു, നിങ്ങളുടെ ഖുർആന്റെ അറിവ് അത്ഭുതാവഹം തന്നെ, ഒരു പ്രസിദ്ധ ആയത്ത് പോലും നിങ്ങൾ കിട്ടുന്നില്ലല്ലോ. ജനങ്ങൾ അയാളെ പരിഹസിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഇതുപോലുള്ള ഒരു സംഭവം വേറെ ഞാൻ കൽപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമായിരുന്നു അത്. നാമധാരികളായ ഉലമാക്കളുടെ അവസ്ഥയാണ് പൊതുവിൽ ഇത്. हकीम मोहम्मद अली साहिब मुजद മുൻഷി മഹബൂബ് ആലം സാഹിബ് വിവരിക്കുന്നു, ഹക്കീം മുഹമ്മദ് അലി സാഹിബ് वजीर हुए पेंशन लेके റൂഹ് ജീവൻ ബൂട്ടി ഷാഹി തബീബ് റിയാസത്ത് ജമ്മു കാശ്മീർ इस्लाम की मुखालफत किया करता, പെൻഷന് ശേഷം ലാഹോറിൽ താമസമാക്കി. जुबानी किया करता, എനിക്കും അവിടെയായിരുന്നു ജോലി. दौरान गुफ्तगू അയാൾ പലപ്പോഴും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ എതിർത്ത് സംസാരിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ വളരെ മോശമായി സംസാരിക്കും. ഒരിക്കൽ സംസാര മധ്യേ അയാൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ദയ്യൂസ്, ലജ്ജയില്ലാത്തവരെന്ന വാക്ക് പറഞ്ഞു. നഊദുബില്ല. ഞാൻ രാത്രി കുറെ ദുആ ചെയ്തു, ഇസ്തിഗ്ഫാറും ചെയ്തു. ഇത്രയും അപമര്യാദയായി പെരുമാറുന്ന വ്യക്തിയുമായി ഞാൻ എന്തിനു സംസാരിച്ചു എന്ന ദുഃഖമായിരുന്നു എനിക്ക്. എന്നാൽ രാത്രിയിൽ അള്ളാഹു എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരികയുണ്ടായി. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മിയാ ചിറാഗുദ്ദീൻ സാഹിബ് മർഹൂമിന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ ഹുസൂറിന്റെ സമക്ഷം ഹാജരായിരിക്കുന്നു. ഞാൻ ഹുസൂറിനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ഹുസൂർ മറുപടി നൽകി, വഅലൈക്കും അസ്സലാം. तो मोहम्मद अली आ रहा था, എന്നിട്ട് എന്നോട് ചോദിച്ചു, നമ്മെ ദുയ്യൂസ് എന്ന് പറയുന്നവൻ എവിടെ? है बाहर आ रहा है, ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ മുഹമ്മദ് അലി വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മുഹമ്മദ് അലി ഹക്കീമാണ്, പുറത്തു വന്നിട്ടുണ്ട്. ഹുസൂർ പറഞ്ഞു, ഞാൻ അയാളോട് കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞാലും, കാരണം താങ്കൾ ദുയ്യൂസ് ആണ്. ഈ സ്വപ്നത്തിന് ശേഷം അള്ളാഹു എങ്ങനെയാണ് പ്രതികാരം ചെയ്തത് എന്ന് നോക്കുക. कि एक क्लर्क के साथ भाग गई और गुजरात महकमा पुलिस के खुफिया अफसर ने उसको पकड़ लिया. क्लर्क ने कहा, ये मेरी बीवी അയാളുടെ മകൾ ഒരു യുവാവിനോടൊപ്പം ഓടിപ്പോവുകയും പോലീസ് ഓഫീസർ അവരെ പിടികൂടുകയും ചെയ്തു. ആ യുവാവ് പറഞ്ഞു, ഇത് എന്റെ ഭാര്യയാണ്. പെൺകുട്ടി പറഞ്ഞു, ഞാൻ ജോലിക്കാരിയാണ്. രണ്ടുപേരുടെയും വ്യത്യസ്തങ്ങളായ മൊഴി കേട്ട് പോലീസിന് സംശയമായി. ഗുജറാംവാല സ്റ്റേഷനിൽ കൊണ്ടുപോയി ഡെപ്യൂട്ടി കമ്മീഷണറുടെ മുമ്പിൽ ഹാജരാക്കി. അവിടെ വെച്ച് പെൺകുട്ടി പറഞ്ഞു, എന്റെ പിതാവ് ദുയ്യൂസാണ്, നാണമില്ലാത്തവനാണ്, എന്റെ വിവാഹം നടത്തി തരുന്നില്ല. ഹക്കീം സാഹിബിന്റെ മകളാണ് ഈ മൊഴി നൽകിയത്. ഞാൻ നിർബന്ധിത സാഹചര്യത്തിൽ ഈ യുവാവിന്റെ കൂടെ ഒരു നവാബിന്റെ അടുത്തേക്ക് പോവുകയാണ്. ചുരുക്കത്തിൽ അവൾ തന്റെ അവസ്ഥ വിവരിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു, നിന്റെ പിതാവിന് ഇത് നാണക്കേടിന് കാരണമായി തീരും. എന്നാൽ കുട്ടി തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ല. പറഞ്ഞു, എന്നെ ഉപ്പ കൊന്നുകളയും. ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു, ഞാൻ അതിനു സംവിധാനം ഒരുക്കാം. പെൺകുട്ടിയെ ലാഹോറിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ അടുത്തേക്ക് അയച്ചു. പെൺകുട്ടിയെ ഉപ്പയെ ഏൽപ്പിച്ചു. കുട്ടിയെ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പു നൽകാൻ പറഞ്ഞു. ഡെപ്യൂട്ടി കമ്മീഷണർ ഹക്കീം സാഹിബിനെ വിളിപ്പിച്ചു. കച്ചേരിയിൽ എത്തിയ ഉടനെ ഹക്കീം സാഹിബിനെ ശകാരിക്കുകയും നീ വലിയ ദുയ്യൂസ് ആണെന്ന് പറയുകയും ചെയ്തു. നീ നിന്റെ കുട്ടിയെ സംരക്ഷിക്കുന്നില്ല, ലജ്ജയില്ലാത്ത നാണം കെട്ട വ്യക്തിയാണ് നീ. യുവതിയുടെ വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. 5000 രൂപയുടെ ജാമ്യം കൊണ്ടുവരിക, എന്നാൽ കുട്ടിയെ നിന്നെ ഏൽപ്പിക്കുന്നതാണ്. ഇതുകൂടാതെ ഇതിലും മോശമായ പര്യവസാനം മറ്റൊരു രീതിയിൽ നടക്കുകയുണ്ടായി. ഹക്കീം സാഹിബ് നാട്ടിലാകെ ദുയ്യൂസ് എന്ന് പരസ്യമായി. എല്ലാവരും അയാളെ ദുയ്യൂസ് എന്ന് വിളിക്കാൻ തുടങ്ങി. കുറച്ചു നാളുകൾക്ക് ശേഷം ആ പെൺകുട്ടി ഓടിപ്പോവുകയും ക്രിസ്ത്യാനിയായി തീരുകയും ചെയ്തു.
ഹദ്രത്ത് അമീർ ഖാൻ സാഹിബ് വിവരിക്കുന്നു, ഹദ്രത്ത് ഖലീഫ അവലിന്റെ വഫാത്ത് സമയത്ത് ചൗധരി ഗുലാം മുഹമ്മദ് സാഹിബ് പൈഗാമി ആയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. ഞാൻ അദ്ദേഹത്തിനെ കണ്ട് പൈഗാമികളുടെ അവസ്ഥ എന്താണെന്ന് വിവരിച്ചു. അൽഹംദുലില്ലാ, അദ്ദേഹത്തെ എന്റെ വാക്കുകൾ സ്വാധീനിച്ചു. പൈഗാമി ചിന്തയിൽ നിന്നും തൗബ ചെയ്ത് ഇവിടെ കാദിയാനിൽ വന്നു. ചൗധരി നിയമത്ത് ഖാൻ സാഹിബ് സബ് ജഡ്ജിന് ഞാൻ ഘേട്ടി എന്ന സ്ഥലത്ത് വെച്ച് തബ്ലീഗ് ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം അഹമ്മദിയായി തീർന്നു. അദ്ദേഹം ആയിരുന്നപ്പോൾ അയാൾ പൈഗാമി ചിന്താഗതിക്കാരനായിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അദ്ദേഹവുമായി കത്തിടപാട് നടത്തി. അങ്ങനെ അയാൾ തന്റെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പൈഗാമികളുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. എവിടെയെല്ലാം അവർ ഉണ്ടായിരുന്നുവോ അവരിൽ കുറെ പേര് ഈ വർഷങ്ങൾക്കുള്ളിൽ അഹമ്മദികളായി തീർന്നിട്ടുണ്ട്. ഹദ്രത്ത് അബ്ദുള്ള സാഹിബ് വിവരിക്കുന്നു, ഒരിക്കൽ ഞാൻ ഹദ്രത്ത് സാഹിബിനെ സന്ദർശിക്കാൻ പോയി. ഹദ്രത്ത് അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. ഒരു സഹാബി ഹദ്രത്ത് സാഹിബിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. എന്നെ കണ്ട് അദ്ദേഹം ഉദുറിനോട് പറഞ്ഞു, ഈ മൗലവി അബ്ദുള്ള ഖീറോവാലയാണ്. ഇദ്ദേഹം ഏറെ ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ട്, ചർച്ചകൾ കുറെ നടത്താറുണ്ട്. എല്ലായ്പ്പോഴും ഇദ്ദേഹത്തിന് തന്നെ അള്ളാഹ് വിജയം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹദ്രത്ത് സാഹിബ് പറഞ്ഞു, സത്യത്തിന് എപ്പോഴും വിജയം തന്നെയാണ് ലഭിക്കുക. ഈ വാക്കുകൾ ആ അനുഗ്രഹീത നാവിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് തൃപ്തിയായി, വളരെ സന്തോഷവാനായും. ആ നാവിൽ നിന്നും ഇത് കേൾക്കാൻ സാധിച്ചതുകൊണ്ട് ഞാൻ സത്യത്തിൽ നിലയുറപ്പിച്ചു നിൽക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായി. അള്ളാഹു എനിക്ക് എപ്പോഴും വിജയം നൽകുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിനുശേഷം എനിക്ക് അവൻ ഒരിക്കലും പരാജയം നൽകിയിട്ടില്ല, വിജയം തന്നെയാണ് നൽകിയത്. ചൗധരി മുഹമ്മദ് അലി സാഹിബ് വിവരിക്കുന്നു, എന്റെ പിതാവ് സിയാൽകോട്ട് ജൽസയിൽ പങ്കെടുക്കാനായി എന്നെ കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം സ്വയം ബയ്യത്ത് ചെയ്താണ് വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ തബ്ലീഗ് മുഖേന ഘട്ടിയാനിയയിലെ എല്ലാ സ്ഥലത്തെ ആളുകളും പെട്ടെന്ന് ബയ്യത്ത് ചെയ്യാൻ തുടങ്ങി. ഗുലാം റസൂൽ ബസ്ര സാഹിബ് പറയുന്നതായി ഞാൻ കേട്ടു. ഹദ്രത്ത് സാഹിബ് ഘട്ടിയാലിയയിൽ നിന്നും കുറെ പേർ ബയ്യത്ത് ചെയ്യുന്നതായി കണ്ടപ്പോൾ ഹുസൂർ ചോദിച്ചു, ഈ ഘട്ടിയാലിയ ഗ്രാമമാണോ അതോ പട്ടണമാണോ? ചൗധരി മുഹമ്മദ് അലി സാഹിബിന്റെ സഹോദരൻ ഈ റിവായത്ത് ശരിയാണ് എന്ന് സത്യപ്പെടുത്തുന്നു. ഷെയ്ഖ് അബ്ദുൾ റഷീദ് സാഹിബിന്റെ ഒരു നിവേദനമാണ്, മൗലവി മുഹമ്മദ് അലി സാഹിബ് ബോട്ട്ലി അനഹമ്മദി ഇവിടെ വരാറുണ്ടായിരുന്നു. നല്ല സ്വരമായിരുന്നു അദ്ദേഹത്തിന്റേത്. അദ്ദേഹത്തിന്റെ വാള് കേൾക്കാൻ ഇഷ്ടംപോലെ സ്ത്രീകൾ പോകാറുണ്ടായിരുന്നു. വാളും നല്ല രീതിയിൽ നൽകുകയായിരുന്നു, നല്ല ശബ്ദമായിരുന്നു, തിലാവത്ത് ഭംഗിയായി ചെയ്യുമായിരുന്നു. 2-3 മാസം ഇവിടെ അദ്ദേഹം താമസിക്കുമായിരുന്നു. അയാൾ വന്ന് ഹദ്രത്ത് സാഹിബിനെ എതിർക്കാൻ തുടങ്ങി, മോശമായി സംസാരിക്കാൻ തുടങ്ങി. അയാളുമായി സംസാരവും ചർച്ചയും എല്ലാം നടത്തിക്കൊണ്ടിരുന്നു. എന്റെ മാതാപിതാക്കൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. മാതാവ് കൂടുതൽ കാർക്കശ്യം കാണിച്ചിരുന്നു. മൗലവി ഭോപ്പടിയുടെ സ്വാധീന വലയത്തിലായിരുന്നു അവർ. മാതാപിതാക്കൾ എതിർത്തത് കാരണം മാസങ്ങളോളം എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്നു. എന്റെ പിതാവ് എന്റെ ഉമ്മയോട് പറയുന്നത് ഇപ്രകാരമാണ്, ആദ്യം ഈ കുട്ടിക്ക് മതത്തോടൊരു താല്പര്യവും ഇല്ലായിരുന്നു, ഉറങ്ങിക്കിടക്കും, ഇപ്പോൾ നമസ്കരിക്കാൻ തുടങ്ങി, തഹജ്ജുദ് നമസ്കരിക്കും. അത് ഒരു ഭാഗത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എതിർക്കുന്നു, മറുഭാഗത്ത് അഹമ്മദി ആയത് മുതൽ ഈ കുട്ടിയുടെ ആകെ രൂപം മാറിയിട്ടുണ്ട് എന്നും പറയുന്നു. എന്ത് കാരണം കൊണ്ടാണ് ഞാൻ അവനെ പുറത്താക്കുന്നത്? എന്നിരുന്നാലും ഭൗതിക കാരണങ്ങളാൽ മുൻനിർത്തി എന്നോട് പറയും, നീ മീർസായിയത്ത് ഉപേക്ഷിക്കുക. ഞാൻ പറയാറുള്ളത്, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നാൽ മതി. മുഹമ്മദ് ഹുസൈൻ സാഹിബുമായി ഈ സമയങ്ങളിൽ സംസാരം നടക്കാറുണ്ടായിരുന്നു. മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ഞങ്ങളുടെ ഇടപാടുകാരനായിരുന്നു. അദ്ദേഹം വാങ്ങിയ കടം തിരിച്ചു വാങ്ങാൻ ഉപ്പ എന്നെ അയക്കും. ഒരിക്കൽ യാദൃച്ഛികമായി മൗലവി സാഹിബ് ഒരു നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. അതിൽ രക്തദാഹിയായ മഹദി വരില്ല എന്ന് എഴുതിയിരുന്നു. എന്നിട്ട് അതിൽ എഴുതിയിരുന്നത് ഈ ഹദീസുകളെല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. ഹദ്രത്ത് സാഹിബിനും ഈ നോട്ടീസ് കിട്ടി. നോട്ടീസ് കിട്ടിയപ്പോൾ ഹദ്രത്ത് സാഹിബ് ഫത്വ ആവശ്യപ്പെടുന്ന ഒരു നോട്ടീസ് ഉണ്ടാക്കി. ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഗോഡ്ബാവയെ മൗലവിമാരുടെ അടുത്തേക്ക് അയച്ചു. ഉലമാക്കളുടെ അടുത്ത് ചെന്ന് അദ്ദേഹം ഫത്വ ആവശ്യപ്പെട്ടു. ചില ഉലമാക്കൾ ഫത്വ നൽകി, ചിലർ ഫത്വ നൽകില്ലെന്ന് പറഞ്ഞു. ഡോക്ടർ സാഹിബ് ഹദ്രത്ത് സാഹിബിനോട് പറയാറുണ്ടായിരുന്നു, അതായത് മറ്റുള്ളവരോടും ഫത്വ നൽകാൻ വേണ്ടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്ദേഹത്തെ അയച്ചു. ഡോക്ടർ സാഹിബ് പറയുന്നു,
वो सुनाते हैं कि मैं बाज औकात अंगूर या दीगर फल മസീം അലൈഹി സ്വലാത്തു വസ്സലാം അയച്ച ഡോക്ടർ സാഹിബ് പറയുന്നു, ഞാൻ ചില സന്ദർഭങ്ങളിൽ മുന്തിരിയോ മറ്റു പഴവർഗ്ഗങ്ങളോ മൗലവിമാർക്ക് നൽകാറുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്റെ ഇഷ്ടപ്രകാരം ഫത്വ നൽകും. മൗലവിക്ക് സമ്മാനം നൽകിയാൽ ഏത് തരത്തിലുള്ള ഫത്വ വേണമെങ്കിലും അവരിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇന്നും ഇത് പറ്റും, പക്ഷേ ഇന്ന് വില അല്പം കൂടുതലാണെന്ന് മാത്രം. हजरत साहब शिमला मुंह में ആദ്യം ഫത്വ നൽകില്ല എന്നവർ പറഞ്ഞിരിക്കും, मुंह के आगे रखकर मुस्कुराया എന്നാൽ ഇത് നൽകിയാൽ ഫത്വ നൽകും. कहते हैं मुझे इस रिसाले का इल्म था ഇത് കേട്ട് തലപ്പാവിന്റെ അറ്റം കൊണ്ട് വായ പൊത്തിപ്പിടിച്ച് ഹുസൂർ ചിരിക്കുമായിരുന്നു. किया था चुनाचे അദ്ദേഹം പറയുന്നു, മൗലവി സാഹിബ് ഈ ഫത്വ നൽകിയ ആ मोहम्मद हुसैन साहब के साथ वादा നോട്ടീസിനെ കുറിച്ച് എനിക്കറിയാമായിരുന്നു. जिक्र करता था। एक दिन मैंने उनसे कहा कि आपका अकीदा ഒരിക്കൽ സംസാര മധ്യേ ഞാൻ മൗലവി സാഹിബിനോട് പറഞ്ഞു, है कि यह खूनी महदी नहीं आएगा और इसके മഹ്ദിയെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് താങ്കൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. लोगों को आप ये कहते हैं कि महदी आएगा ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ദുർബലമാണെന്നും താങ്കൾ പറഞ്ഞു. അതോടൊപ്പം മഹ്ദി വരും എന്ന് ജനങ്ങളോട് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പ് എന്തിനാണ് താങ്കൾ പുറപ്പെടുവിക്കുന്നത്? യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? എന്നാൽ എന്റെ ഈ കാര്യങ്ങൾക്ക് ഒരു മറുപടിയും പറയാറില്ല. എന്നോട് പറയും, നീ പോയി മിർസായി ആയിക്കോ, നിനക്കെന്താ ഇതിൽ കാര്യം? कि एक दफा का जिक्र അത് ഷെയ്ഖ് മുഹമ്മദ് है तख्तस मसीह ഇസ്മായിൽ സാഹിബ് പറയുന്നു, वहां से फारग होकर मस्जिद मुबारक में ഒരിക്കൽ ഹദ്റത്ത് അഖ്ദസ് മസീം അലൈഹി സ്വലാത്തു വസ്സലാം അസ്ർ നമസ്കാരം കഴിഞ്ഞ് മസ്ജിദ് മുബാറക്കിൽ ഇരിക്കുകയായിരുന്നു. कोठे पर खड़ा कर ഒരു പുതിയ ആഗതൻ വന്നു. से वाज कराया ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു മൗലവി സാഹിബ് വന്നു. രാത്രി അവിടെ അനഹമ്മദികൾ അദ്ദേഹത്തോട് വാത് പറയിപ്പിച്ചു. ഞങ്ങളും കേൾക്കാൻ പോയി. ആ മൗലവി ലാ നബിയ ബഅദി എന്ന ഹദീസ് കേൾപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇളക്കി വിട്ടു. ജനങ്ങളെ നോക്കുക, और मिर्जा साहब തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്, और रसूल എനിക്ക് ശേഷം ഒരു നബിയും ഉണ്ടാവുകയില്ല. കാദിയാനിലെ മിർസ സാഹിബ് പറയുന്നത് ഞാൻ നബിയാണെന്നാണ്, റസൂലാണെന്നാണ്. किस तरह തുടർന്ന് പഞ്ചാബിൽ പറഞ്ഞു, നാം എന്ത് ചെയ്യണം? നമുക്ക് മിർസ സാഹിബിനെ से कहा നബിയും റസൂലുമായി അംഗീകരിക്കാൻ എങ്ങനെ കഴിയും? कि आ हजरत सल्लल्लाहु अलैहि वसल्लम ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മൗലവി സാഹിബ്, फरमाया है कि इसके बाद कोई मस्जिद नहीं होगी തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയെ കുറിച്ച് പറഞ്ഞത് ഇതിനുശേഷം ഇനിയൊരു പള്ളിയും ഉണ്ടാവില്ല എന്നാണ്. ഇതിനെന്തർത്ഥമാണ് നിങ്ങൾ നൽകുക? जो नबी आपकी लाई हुई शरीयत ഇതിനുശേഷം करेगा यानी പള്ളിയില്ല എന്ന ഹദീസിന് ഏതൊരർത്ഥമാണോ നിങ്ങൾ നൽകുന്നത്, അതേ അർത്ഥം ലാ നബിയ ബഅദി എന്ന ഹദീസിന് ഞങ്ങൾ നൽകുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്തിനെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രവാചകനും ഇനി വരില്ല नहीं आ सकती എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നതാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അവസാന ശരീഅത്താണ്. അതുകൊണ്ട് പുതിയ ശരീഅത്ത് കൊണ്ട് ഒരു നബിയും വരില്ല. ഇത് കേട്ടപ്പോൾ മൗലവി വെപ്രാളപ്പെട്ടു, जवाब हम नहीं देंगे ചീത്ത പറയാൻ തുടങ്ങി. മറുപടി ഇല്ലാതായപ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു, മൗലവി സാഹിബ്, നിങ്ങൾ ചീത്ത പറയുന്നതിന് ഞങ്ങൾ മറുപടി പറയില്ല. ഈ സഹോദരന്റെ സംഭവം കേട്ട് ഹദ്റത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു. जो जहरीला किया जाता है इसी ഇക്കാലത്തും പൊതുവിൽ ഈ വിഷയം എടുത്തുകൊണ്ടാണ് हजरत सल्लल्लाहु अलैहि वसल्लम के बाद कोई नबी नहीं ജനമനസ്സുകളിൽ വിഷം കുത്തി നിറക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നബിയും വരില്ല. ഇവർ മിർസ സാഹിബിനെ നബിയായി അംഗീകരിക്കുന്നു. പാകിസ്ഥാനിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ അഹമ്മദികൾക്കെതിരിൽ എതിർപ്പ് ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. हज़रत मौलवी जलालुद्दीन साहब मरहूम के हालात बयान करते മിയാൻ ഷറാഫത്ത് അഹമ്മദ് സാഹിബ് തന്റെ പിതാവ് മൗലവി ജലാലുദ്ദീൻ സാഹിബ് മർഹൂമിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് എഴുതുന്നു, अब जवानों പിതാവിന് ദീനി സേവനത്തിന് വലിയ താല്പര്യമായിരുന്നു. ഈ വാർദ്ധക്യത്തിൽ പോലും പ്രവർത്തനത്തിൽ യുവാക്കളെക്കാളും മുൻകടക്കുമായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി തന്റെ ഖുത്ബയിൽ 1934 അദ്ദേഹത്തിന്റെ മരണത്തെ ഷഹാദത്തായി പറയുകയുണ്ടായി. അതിൽ പറഞ്ഞ ഒരു കാര്യം, മൗലവി സാഹിബ് യുവാക്കളെക്കാളും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു എന്നാണ്. ഹുസൂർ പറഞ്ഞു, തബ്ലീഗിൽ മത്തുപിടിച്ച് പ്രവർത്തിക്കുന്ന 3 പേരെ എനിക്കറിയാം. ഒന്ന് ഹാഫിസ് റോഷൻ അലി സാഹിബ്, രണ്ടാമത്തത് ഈ മൗലവി സാഹിബ്, മൂന്നാമത്തത് ഗുലാം റസൂൽ സാഹിബ് രാജക്കി. ഈ മൂവരും രാവും പകലും നോക്കാതെ തബ്ലീഗിൽ മുഴുകുമായിരുന്നു. മിയാ ഷറാഫത്ത് അഹമ്മദ് സാഹിബിന്റെ ഒരു റിവായത്ത്, അദ്ദേഹം തന്റെ പിതാവ് മൗലവി रोया बयान फरमाया करते थे ജലാലുദ്ദീൻ സാഹിബിന്റെ അവസ്ഥ വിവരിച്ചുകൊണ്ട് പറയുന്നു, പിതാവ് തബ്ലീഗുമായി ബന്ധപ്പെട്ട് തന്റെ ഒരു സ്വപ്നം വിവരിക്കാറുണ്ടായിരുന്നു. അത് ഞാൻ എഴുതാം. गाँव में അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഞാനൊരു സ്വപ്നത്തിൽ കണ്ടു, ഹദ്റത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളുടെ വീട്ടിലോ ഗ്രാമത്തിലോ ഏതാണെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല വന്നിട്ടുണ്ട്. मैं कादियान में हाजिर എന്നോട് പേന ആവശ്യപ്പെടുന്നു.
ഉടനെ ഞാൻ ഉണർന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കാദിയാനിൽ പോയി. रेजे खदर എന്റെ കൂടെ ഖദറിന്റെ 5 മുഴം നീളമുള്ള यानी वो रेजे शद पंजाब വെളുത്ത ചാദറും टुकड़ों को മറ്റു വസ്തുക്കളും കൊണ്ടുപോയി. वो लेके रखे 2 होल्डर അതായത് പഞ്ചാബിൽ और हजूर की അതിന് പറയുന്ന പേരാണ് പറയുന്നത്. और हजूर से कलम मांगने की तबीब दरियाफ्त की। ഇതെല്ലാം ഉസൂറിന് സമർപ്പിച്ചു. हमदर्दी എന്നിട്ട് പേന ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയുണ്ടായി. कि आपने तो ख्वाब को पूरा ഉസൂർ എന്റെ ചെറിയ തൂഫ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, करें താങ്കൾ സ്വപ്നം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പേന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താങ്കൾ എഴുത്തു മുഖേനയും പ്രഭാഷണം മുഖേനയും ദീനീ സേവനം ചെയ്യുമെന്നാണ്. ഉപ്പ പറയാറുണ്ട്, ഇതിനുശേഷം എന്റെ പൂർണ്ണ ശക്തി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഞാൻ തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ പ്രയത്നം ഫലം കണ്ടും 2 സഹോദരന്മാർ ബയ്യത്തിൽ പ്രവേശിച്ചു. അതിലൊരാൾ ആ പ്രദേശത്തെ അംഗീകൃത പണ്ഡിതനായിരുന്നു. മൗലവി മുഹമ്മദ് അലി സാഹിബ് സക് നസീറ, ജില്ലാ ഗുരുദാസ്പൂർ. മൗലവി ജലാലുദ്ദീൻ സാഹിബ്, മൗലവി അലി മുഹമ്മദ് സാഹിബ് എന്നിവർ അഹമ്മദിയായിരിക്കുന്നു എന്ന് എതിരാളികൾ അറിഞ്ഞപ്പോൾ അവർ പരാജയം സമ്മതിച്ചു. മുഹമ്മദ് അലി, മുഹമ്മദ് ഷാ എന്നീ അനഹമ്മദികൾ നിരാശരായി അവിടെ നിന്നും പോയി ഫിറോസ്പൂർ വരെ കരഞ്ഞുകൊണ്ടാണ് അവർ പോയത്. അടുത്ത ഏതോ ബന്ധു വഫാത്തായതുപോലെ. മൗലവി സാഹിബിന്റെ പ്രവർത്തന ഫലമായി സീറ ജില്ലാ ഗുരുദാസ്പൂരിൽ പല സ്ഥലത്തും ജമാഅത്തുകൾ സ്ഥാപിതമായി. मौलवी जलालुद्दीन साहब के बारे में അൽഹംദുലില്ലാ. वालिद साहब 1900 ഷറാഫത്ത് അഹമ്മദ് സാഹിബിന്റെ ഒരു റിവായത്ത് മൗലവി ജലാലുദ്ദീൻ സാഹിബിനെ കുറിച്ചാണ്. പിതാവ് 1924 മൽക്കാനയിൽ തബ്ലീഗിനായി പുറപ്പെട്ടു. അവിടെ തബ്ലീഗ് തുടങ്ങി. മൽക്കാന, ബഞ്ചാരോ എന്നീ കൂട്ടരെ കൂടാതെ ആ നാട്ടിലെ പ്രമാണിമാരെയോടും ബന്ധം സ്ഥാപിച്ചു. തന്റെ കീറിപ്പറിഞ്ഞ പഴയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഭരണകർത്താക്കളെ പോയി കാണും. 70-80 വയസ്സ് പ്രായമുള്ള ഈ വൃദ്ധനായ വ്യക്തി തന്റെ ബാണ്ഡവും പേരി നടക്കുന്നത് അവർ കാണുന്നു. എല്ലാവരും മുസ്ലിങ്ങളായി തീരണം എന്നതാണ് രാപ്പകൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം. അഹമ്മദിയത്ത് സ്വീകരിക്കുന്നവരായി മാറണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആകെ ചിന്ത. ഈ പ്രവർത്തനം മറ്റുള്ളവരെ വളരെയധികം സ്വാധീനിച്ചും അവരോട് ചന്ത പിരിക്കാറുണ്ടായിരുന്നു. ഈ ജമാഅത്ത് പ്രവർത്തിക്കുന്ന ജമാഅത്താണെന്ന് പറഞ്ഞ് പണവും നൽകുമായിരുന്നു. ഈ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രയത്ന ഫലമായി പലരും ഈ സത്യപ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഹാഫിസ് ഗുലാം റസൂൽ വസീറാബാദി സാഹിബ് പറയുന്നു, ഒരിക്കൽ ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം മിയാം ബഷീർ അഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. और बहुत दोस्तों को इसमें जमा करके फरमाया कि मैंने हाई स्कूल इसलिए कायम किया था कि लोग പല സുഹൃത്തുക്കളെയും അവിടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഹൈസ്കൂൾ സ്ഥാപിക്കാനുണ്ടായ ഉദ്ദേശം അവിടെ നിന്നും ജനങ്ങൾ അറിവ് കരസ്ഥമാക്കി अपने कारोबार में लग പുറത്തുപോയി തബ്ലീഗ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ജനങ്ങൾ അറിവ് കരസ്ഥമാക്കിയതിനു ശേഷം തന്റെ ബിസിനസ്സിൽ മുഴുകുന്നു. എന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നില്ല. മതപഠനത്തിനായി ആരെങ്കിലും തന്റെ മക്കളെ എനിക്ക് നൽകാൻ തയ്യാറുണ്ടോ? ആ സമയത്ത് മൗലവി ഉബൈദുല്ല മർഹൂം, എന്റെ ചെറിയ മകൻ, अपने दस्ते मुबारक में पकड़ लिया। എന്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ അവനെ ഹസ്രത്ത് സാഹിബിനെ ഏൽപ്പിച്ചു. ഹസ്രത്ത് സാഹിബ് അവന്റെ കൈ തന്റെ തിരുകരം കൊണ്ട് പിടിച്ചു. മിയാൻ ഫസലുദ്ദീൻ സാഹിബ് സിയാൽകോട്ടി ആയിരുന്നു അപ്പോൾ മദ്രസ അഹമ്മദിയയിലെ പ്യൂൺ. കുട്ടിയെ അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടിയെ മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബിനെ ഏൽപ്പിക്കുക. അക്കാലത്ത് മദ്രസ അഹമ്മദിയയുടെ ഹെഡ്മാസ്റ്റർ മുഫ്തി സാഹിബായിരുന്നു. ചുരുക്കത്തിൽ മദ്രസ അഹമ്മദിയിൽ പ്രവേശിച്ച് അവൻ ആലിം ഫാസിലായി. ഖലീഫ സാനി തന്റെ ഖിലാഫത്ത് കാലത്ത് അവനെ മൊറീഷ്യസിലേക്ക് മുബല്ലിഗായി അയച്ചു. 6.25 വർഷം തബ്ലീഗ് പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം അള്ളാഹു തന്റെ ഏതോ ഹിക്മത്ത് കാരണം അവന് മരണം നൽകി. അതിനുശേഷം ഒരു ഭാര്യയും മകനും മകളും ശേഷിച്ചു. ഖലീഫത്തുൽ മസീഹ് സാനിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ പോയി 1924 തിരിച്ചു കൊണ്ടുവന്നു. 2 വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് എന്റെ ഇളയ സഹോദരന്റെ ഹാഫിസ് ഗുലാം മുഹമ്മദ് സാഹിബിന്റെ മകളായ അദ്ദേഹത്തിന്റെ ഭാര്യ വഫാത്തായി. ഇവരും നല്ല വാചാലയായ മുബല്ലിഗ ആയിരുന്നു. അല്ലാഹു മഗ്ഫിർ ലഹ വർഹംഹ. പറയുന്നു, 2 കുട്ടികളും എന്റെ ശിക്ഷണത്തിൽ വളർന്നു. പെൺകുട്ടിയുടെ വിവാഹം നടന്നു. അദ്ദേഹം എഴുതുന്ന സമയത്തുള്ള അവസ്ഥയാണ്. മകൻ ബഷീറുദ്ദീൻ എന്റെ അടുത്താണ്.
മദ്രസ അഹമ്മദിയയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തന്റെ പിതാവ് മൗലവി ഉബൈദുള്ള ഷഹീദ് മർഹൂമിന്റെ സ്ഥലത്ത് പോയി തബ്ലീഗ് പ്രവർത്തനം തുടരണം എന്നതാണ് എന്റെ ആഗ്രഹം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് അതിനുള്ള അവസരം ലഭിച്ചു. ഖലീഫ സാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയും മൊറീഷ്യസിലേക്ക് അയച്ചു. അവിടെ ഒരു ദീർഘകാലം നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മക്കൾ ഇക്കാലത്ത് ഇവിടെയാണ് താമസിക്കുന്നത്. മുബല്ലിഗായിട്ടില്ല. ഇദ്ദേഹം മൊറീഷ്യസിൽ ഒരു ദീർഘകാലം സേവനം ചെയ്തിട്ടുണ്ട്. മിയാ ഷറാഫത്ത് അഹമ്മദ് സാഹിബ് തന്റെ പിതാവ് ജലാലുദ്ദീൻ സാഹിബിനെ സംബന്ധിച്ച് പറയുന്നു, ജുമാ ദിവസം ഗന്നു ഖാൻ നിങ്കലെ എന്ന സ്ഥലത്തേക്ക് ജുമാ നമസ്കരിക്കാൻ പോവുകയായിരുന്നു. വഴിയിൽ വിശപ്പ് കാരണം 2 പൈസക്ക് കടല വാങ്ങി വസ്ത്രമെല്ലാം വൃത്തിയാക്കി കടല തിന്ന് യാത്ര തുടങ്ങി. പുറത്ത് ഇറങ്ങിയ ഉടനെ തന്നെ ശക്തമായ ചൂടുകാറ്റേറ്റു. ചൂടുള്ള കാലമായിരുന്നു. ബോധരഹിതനായി വീണു വഴിയിൽ കിടന്നു. വഴിപോക്കർ ആരോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു, ചൂടുകാറ്റേറ്റ് കാദിയാനി മൗലവി വഴിയിൽ കിടക്കുന്നു. അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ഒരു പോലീസുകാരൻ ഓടിവന്നു. വഴിയിൽ വണ്ടിയൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ച് പതുക്കെ പതുക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുകയായിരുന്നു. നല്ല ഉഷ്ണക്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുന്നോട്ട് നടക്കാൻ ശക്തി ഉണ്ടായിരുന്നില്ല. വഴിയിൽ ഒരു ധർമ്മശാല ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സ്ഥലത്ത് കിടന്നു. മുന്നോട്ട് നടക്കാൻ ജനങ്ങൾ പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞു, എത്തേണ്ടിടത്ത് എത്തിയിരിക്കുന്നു. ജനങ്ങൾ മരുന്നെല്ലാം കൊടുത്തു, എന്നാൽ ഒന്നും ഫലം ചെയ്തില്ല. നിങ്ങളുടെ കുട്ടിക്ക് കമ്പി സന്ദേശം അയക്കാമെന്ന് ജനങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കുട്ടിയാണ്, പേടിച്ചു പോകും. അങ്ങനെ അള്ളാഹുവിനെ അദ്ദേഹം എല്ലാം ഏൽപ്പിച്ചു. അതിനുശേഷം ഈ ശിഷ്യൻ തന്റെ യജമാനന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് തബ്ലീഗ് പ്രവർത്തനം ചെയ്ത് തന്റെ അള്ളാഹുവിന്റെ അടുത്തേക്ക് യാത്രയാവുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ ജനാസ അനഹമ്മദികളാണ് അനുഷ്ഠിച്ചത്. അഹമ്മദികൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അവർ തന്നെയാണ് മറവ് ചെയ്തതും. അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. 2-മത്തെയോ 3-മത്തെയോ ദിവസം അഹമ്മദികൾക്ക് ഇതറിയാൻ കഴിഞ്ഞു. അവർ എന്നെ അറിയിച്ചു. ഖലീഫത്തുൽ മസീഹ് സാനിയെ അറിയിച്ചു. ജുമായിൽ ഹുസൂർ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചു. ജുമായിൽ ജനാസ ഗായിബ് നമസ്കരിച്ചു. മർഹൂം മൂസിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് ബശ്തി മക്രയിൽ വെച്ചിട്ടുണ്ട്. അള്ളാഹു ഇവരുടെ എല്ലാവരുടെയും ദർജാത്തുകൾ ഉയർത്തുമാറാകട്ടെ. ഈ ആത്മാവിനെ നമ്മിലും നമ്മുടെ മക്കളിലും എപ്പോഴും നിലനിർത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ ഞാൻ കേൾപ്പിക്കാം. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ആധുനിക വിജ്ഞാനത്തെക്കുറിച്ച് എതിർക്കുന്ന മൗലവിമാരെ ഞാൻ അബദ്ധം പിണഞ്ഞവരായി കാണുന്നു. അവർ തങ്ങളുടെ തെറ്റുകളെയും ബലഹീനതകളെയും മറച്ചുവെക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ആധുനിക വിജ്ഞാനത്തിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഇസ്ലാമിൽ നിന്നും അകറ്റുന്നതും ഇസ്ലാമിനെ മോശമാക്കി കാണുന്നതുമാണെന്ന് അവർ മുൻകൂട്ടി തീരുമാനിച്ചു വച്ചിരിക്കുന്നു. ബുദ്ധിയും സയൻസും ഇസ്ലാമിന് ഘടകവിരുദ്ധമാണെന്ന് അവർ ധരിച്ചു വച്ചിരിക്കുന്നു. ഇന്നുള്ള യുക്തിചിന്തകളുടെ വൈകല്യങ്ങളെ എടുത്തു കാണിക്കാൻ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് തങ്ങളുടെ ഈ ബലഹീനതയെ മൂടിവെക്കുവാൻ ആധുനിക വിജ്ഞാനം കരസ്ഥമാക്കുന്നത് തന്നെ അനുവദനീയമല്ലെന്ന വിദ്യ അവർ ഇറക്കുകയാണ്. അവരുടെ ആത്മാക്കൾ യുക്തിശാസ്ത്രം കേൾക്കുമ്പോൾ പേടിച്ചു വിറക്കുന്നു. അതോടൊപ്പം ആധുനിക കണ്ടുപിടുത്തങ്ങൾക്ക് മുമ്പാകെ സുജൂദ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ദൈവിക വെളിപാട് മുഖേന ലഭിക്കുന്ന യഥാർത്ഥ യുക്തിശാസ്ത്രം അവർക്ക് ലഭിച്ചിട്ടില്ല. അത് വിശുദ്ധ ഖുർആനിൽ കുത്തി നിറച്ചിരിക്കുന്നു. വളരെ വിനയത്തോടും എളിമയോടും കൂടി അള്ളാഹുവിന്റെ കവാടത്തിൽ തന്നെ സമർപ്പിക്കുന്നവർക്ക് മാത്രമാണ് ഇത് ലഭിക്കുക. അവരുടെ ഹൃദയത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും അഹങ്കാരത്തിന്റെ വിഷാംശം ഇല്ലാതായിത്തീരണം. തന്റെ ബലഹീനതകളെ അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ ദാസത്വത്തെ അംഗീകരിക്കുന്നവരായി അവർ മാറണം. അതുകൊണ്ട് ഇക്കാലത്ത് ദീനി സേവനത്തിനായും ദൈവവചന പ്രഘോഷണത്തിനായും ആധുനിക വിജ്ഞാനം കരസ്ഥമാക്കേണ്ടതാണ്. കഠിന പ്രയത്നത്തോടെ കരസ്ഥമാക്കേണ്ടതാണ്. എന്നാൽ എന്റെ അനുഭവം മുൻനിർത്തിക്കൊണ്ട് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അറിവ് കരസ്ഥമാക്കുന്നതിൽ മാത്രം തങ്ങളെ ചിലവഴിക്കുകയും അതിൽ മാത്രം മുഴുകിയിരിക്കുകയും ദൈവഭക്തരുടെയും ആത്മീയത ഉള്ളവരുടെയും അടുത്ത് ഇരിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യാത്തവരും ആയ ആളുകൾ മാത്രമല്ല, തങ്ങളിൽ ദൈവിക പ്രകാശം ഇല്ലാത്തവരുമായവർ പൊതുവിൽ വഴിതെറ്റിയിട്ടുണ്ട്. ഇസ്ലാമിൽ നിന്നും അവർ അകറ്റപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ സേവനത്തിനായി ഈ അറിവുകൾ പ്രയോഗിക്കുന്നതിന് പകരം അവർ ഇസ്ലാമിനെ ഈ അറിവുകളുടെ കീഴെ കൊണ്ടുവരാനുള്ള വിഫല ശ്രമം നടത്തുകയും
തങ്ങളുടെ ധാരണയിൽ ദീനീ സേവകരും സംരക്ഷകരുമായി അവർ സ്വയം ധരിക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ആത്മീയ പ്രകാശം തന്നിൽ ഉള്ളവർക്ക് മാത്രമേ ദീനീ സേവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ആത്മീയ പ്രകാശം കരസ്ഥമാക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. പറയുന്നു, എന്നോട് ബന്ധം സ്ഥാപിച്ചിരിക്കുകയും ഈ ബന്ധം കാരണം എന്റെ അവയവങ്ങളായി തീരുകയും ചെയ്ത നിങ്ങൾ. ഇവിടെ അവയവം എന്ന് പറഞ്ഞത് ഇത് വലിയ ഒരു ബഹുമതിയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ചിരിക്കുന്ന പദം നിങ്ങൾ ഞാനുമായി ബന്ധം സ്ഥാപിച്ചതുകൊണ്ട് എന്റെ അവയവങ്ങളായി തീർന്നിരിക്കുന്നു എന്നതാണ്. അവയവം പ്രവർത്തിക്കണമെങ്കിൽ മസ്തിഷ്കം കൽപ്പിക്കണം. ഏതൊന്നാണോ അത് കൽപ്പിക്കുന്നത് അതനുസരിച്ചാണ് അത് പ്രവർത്തിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രതീക്ഷക്കൊത്ത് ഉയരുക എന്നത് ഓരോ അഹമ്മദിയുടെയും വലിയ ഉത്തരവാദിത്തമാണ്. ഇസ്ലാമിന്റെയും വിശുദ്ധ ഖുർആന്റെയും യഥാർത്ഥ അധ്യാപനങ്ങൾ അനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതനുസരിച്ച് നമ്മെ ഇക്കാലത്ത് പലവരും ഉപദേശിച്ചിട്ടുണ്ട്. ഇതല്ലാതെ അതിന്റെ കടമകൾ നമുക്ക് നിർവഹിക്കാൻ സാധ്യമല്ല. പറയുന്നു, നിങ്ങൾ എന്റെ അവയവങ്ങളായി മാറിയിരിക്കുന്നു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക. യുക്തിയോടും ദൈവവചനവും മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. എന്നാൽ മാത്രമേ യഥാർത്ഥ ജ്ഞാനവും ദൃഢവിജ്ഞാനത്തിന്റെ പ്രകാശവും നിങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ മറ്റുള്ളവരെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമായി തീരുക. കാരണം ഇന്നുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് ഭൗതിക ശാസ്ത്രത്തിന്റെയും ആരോഗ്യ ശാസ്ത്രത്തിന്റെയും ഖഗോള ശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ വിജ്ഞാനങ്ങളെക്കുറിച്ച് അതിന്റെ ആശയങ്ങളെക്കുറിച്ചും അറിയേണ്ടത് അനിവാര്യമാണ്. മറുപടി പറയുന്നതിന് മുമ്പേ ആക്ഷേപങ്ങളുടെ നിജസ്ഥിതി നമുക്ക് വ്യക്തമായിരിക്കണം. പറയുന്നു, ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വെക്കുക, മനുഷ്യന്റെ സംസാരം ആത്മാർത്ഥ ഹൃദയത്തോട് അല്ലെങ്കിൽ അതിൽ പ്രവർത്തന ലക്ഷ്യമില്ലെങ്കിൽ അതൊരു ഗുണവും ചെയ്യുന്നതല്ല. ആത്മാർത്ഥതയോടും അത് നടപ്പിൽ വരുത്താനുമായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. പറയുന്നു, അതല്ലെങ്കിൽ അതിനൊരു ഗുണവും ഉണ്ടാവുകയില്ല. ഇത് മുഖേനയാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യം വെളിപ്പെടുന്നത്. തിരുനബി മുഖേന മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞതിന് തത്തുല്യമായ ഉദാഹരണം മാനവ സമൂഹത്തിൽ നമുക്ക് ദർശിക്കാൻ സാധ്യമല്ല. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലും പ്രവൃത്തിയിലും ഒരു അന്തരവും ഉണ്ടായിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ യഥാർത്ഥ അർത്ഥത്തിൽ പിൻപറ്റുക എന്നത് നമ്മുടെ കടമയാണ്. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നാകുമ്പോഴാണ് ഇത് നടപ്പിൽ വരിക. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അപ്പോഴാണ് ഫലമുണ്ടാവുക. അള്ളാഹുവും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നാം ദീനിനെ പ്രചരിപ്പിക്കുന്നവരായി തീരട്ടെ. ജനങ്ങളെ നിർമാർഗം കാണിക്കുന്നവരായി നാം മാറട്ടെ. അദ്ദേഹത്തിന്റെ അവയവങ്ങൾ ആകുന്നതിന്റെ കടമ നിറവേറ്റാൻ നമുക്ക് കഴിയുമാറാകട്ടെ. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒരു വൈരുദ്ധ്യവും ഉണ്ടാകാതിരിക്കട്ടെ. ദജ്ജാലി ശക്തികളോടോ ഭൗതിക അറിവിനോടോ ഒരിക്കലും അടിയറ വെക്കുന്നവരായി നാം മാറാതിരിക്കട്ടെ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഇന്നും ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. സുൽത്താൻ ഓഫ് അഗാദേശിന്റേതാണ്. നൈജർ സ്വദേശിയാണ്. 21 ഫെബ്രുവരിയിൽ 72 വയസ്സിലാണ് അദ്ദേഹം വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ പേര് അൽഹാജ് ഉമർ ഇബ്രാഹിം എന്നായിരുന്നു. സെപ്റ്റംബർ 2002 അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ലഭിച്ചു. നൈജറിലെ ഏറ്റവും പ്രമുഖനായ സുൽത്താനായിരുന്നു. നൈജറിലെ ഗോത്രവർഗ തലവന്മാരുടെ പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. രാഷ്ട്ര പ്രസിഡന്റിന്റെ പ്രത്യേക 4 അംഗങ്ങളിൽ ഒരാളായിരുന്നു. നൈജറിൽ 15ാം നൂറ്റാണ്ട് മുതൽ അഗാദേശ് ഭരണം നിലവിൽ വന്നു. 1960 മുതൽ അഗാദേശ് സുൽത്താനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 51ാം സുൽത്താനായിരുന്നു. ഏകദേശം 51-52 വർഷം സുൽത്താനായി വാണിട്ടുണ്ട്. നൈജറിൽ വളരെ ബഹുമാനാദരവോടെയാണ് അദ്ദേഹം കണ്ടിരുന്നത്. അഗാദേശ് പ്രദേശത്ത് കലാപങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് സമാധാനം സ്ഥാപിക്കാനായി ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. സമാധാനത്തിന്റെ അടയാളമായിരുന്നു. 2002 ജൽസ സാലാന ബെനിനിൽ 12 അംഗങ്ങളുമായി
2500 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് എത്തി. बेनिन के साथ मुख्तलिफ ജൽസക്ക് ശേഷം ഒരാഴ്ച ബെനിനിൽ താമസിച്ചു. അമീർ സാഹിബ് ബെനിനുമായി ബെനിനിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു. അഹമ്മദിയത്തിനെ അടുത്തറിഞ്ഞു. നൈജറിയയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ ബയ്യത്ത് ചെയ്ത് शामिल हुए। നൈജറിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ 12 അംഗങ്ങൾ ഉൾപ്പെടെ ബയ്യത്ത് ചെയ്തു. അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. ബെനിനിലെ ജൽസയിൽ ആയിരക്കണക്കിന് പേർ നമസ്കരിക്കുന്നത് കണ്ട് എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഞങ്ങൾ മുസ്ലിം നാട്ടിൽ നിന്നാണ് വരുന്നത്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള ഇങ്ങനെയുള്ള ഒരു സമ്മേളനവും നാം ഇതുവരെ അവിടെ കണ്ടിട്ടില്ല. 2003 ജൽസ സാലാന UK പങ്കെടുത്തിരുന്നു. ഞാനുമായി നടന്ന ആദ്യ മുലാഖാത്തായിരുന്നു അന്ന്. സൽസ്വഭാവിയും സമ്പർക്കപ്രിയനും സൽഗുണ സമ്പന്നനുമായിരുന്നു. ഖലീഫത്തുൽ മസീർ ആബി വഫാത്തായി എന്നറിഞ്ഞപ്പോൾ മിയാമി മിഷനിൽ പോയി മുബല്ലി ഇൻചാർജിന് അനുശോചനം അറിയിച്ചിരുന്നു. ഇദ്ദേഹത്തിന് 18 ആൺകുട്ടികളും 12 പെൺകുട്ടികളും ഉണ്ട്. 4-5 വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. മുബല്ലി ഇൻചാർജ് നൈജർ പറയുന്നു, അദ്ദേഹം 2 പ്രാവശ്യം അഗദേശ് ദേശത്ത് പോകാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അതിഥി സൽക്കാരപ്രിയനായിരുന്നു, വളരെ ആദരിക്കുമായിരുന്നു. മിയാമിയിൽ വരുമ്പോൾ ഞാൻ അറിഞ്ഞാൽ കാണാൻ പോകും, വളരെ സ്നേഹത്തോടെ സ്വീകരിക്കും. ജമാഅത്തിന്റെ വിവരങ്ങൾ എപ്പോഴും ചോദിച്ചറിയും. ഖലീഫത്തുൽ മസീഹിനെ കുറിച്ച് ചോദിച്ചറിയും. ഏപ്രിൽ 2004 ഞാൻ ബെനിനിൽ പോയപ്പോൾ ഇദ്ദേഹം ഫറോക്കോയിൽ വന്നിരുന്നു. അടുത്ത നാട് നൈജറാണ്. 62 അംഗങ്ങളുള്ള ഒരു ടീം വന്നിരുന്നു. സുൽത്താൻ ഓഫ് അഗാദേശും ഉണ്ടായിരുന്നു. ഇതിൽ 11 അംഗ സംഘവും ഉണ്ടായിരുന്നു. ഞാനുമായി മുലാഖാത്ത് നടത്തി. 3-4 ദിവസം രാപ്പകൽ യാത്ര ചെയ്താണ് വന്നതെന്ന് എന്നോട് അവിടെ വെച്ചും പറഞ്ഞിരുന്നു. മരുഭൂമിയിലുള്ള യാത്ര വളരെ ദുഷ്കരമാണ്. 2500 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് വന്നത്. അവിടെ വെച്ച് പല കാര്യങ്ങളും അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടിരുന്നു. ഫോട്ടോയും എടുത്തു. സന്തോഷവാനായിരുന്നു. നൈജറിയിലെ അഹമ്മദികളിൽ വളരെ കൂറും ആത്മാർത്ഥതയും നമുക്ക് കാണാം. പ്രമുഖ സുൽത്താൻമാരിൽപ്പെട്ട ആളായിരുന്നിട്ട് കൂടി വിനയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവി ഉയർത്തുമാറാകട്ടെ, പദവി ഉയർത്തുമാറാകട്ടെ, പദവി ഉയർത്തുമാറാകട്ടെ, പദവി ഉയർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.